പ്രശസ്ത ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ശ്രീ രാഹുൽ ഈശ്വറിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന് കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന്. അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് അദ്ദേഹത്തിനും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. പക്ഷെ പോലീസുകാർക്ക് വ്യക്തമായ രൂപരേഖ ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു സ്വതന്ത്ര വ്യക്തിയുടെ വീട്ടിൽ കയറി അയാളെ പിടിച്ചുകൊണ്ട് പോയില്ലല്ലോ. ഏതായാലും അതിനോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഈശ്വർ ഏതോ സ്ത്രീയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയത്രേ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ മറ്റോ. അതായത് പ്രായപൂർത്തിയായ സ്വതന്ത്ര വ്യക്തികൾ ആണും പെണ്ണും പരസ്പരം ബന്ധപ്പെടുന്നതിന് നിയമതടസ്സമില്ല എന്ന് പറയുന്ന രാജ്യത്ത് തന്നെയാണ് രണ്ട് വ്യക്തികൾ പരസ്പര സമ്മതത്തോടെ ബന്ധപ്പെടുകയും പിന്നീട് അതിലൊരു വ്യക്തി മറ്റേ വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ലൈംഗിക പീഡനാരോപണം ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ നാട്ടിൽ അതൊരു ചർച്ചാ വിഷയമായിരിക്കുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഈശ്വറിനെ പോലെ ഒരു ആക്ടിവിസ്റ്റ് അതിലിടപെട്ട് അഭിപ്രായം പറയുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹവും അദ്ദേഹത്തെ അനുകൂലിച്ചു എന്നതിൻ്റെ പേരിൽ മറ്റു ചില 3-4 പേരും പോലീസിൻ്റെ നോട്ടപ്പുള്ളികളാണത്രേ. വൈകാതെ അവരെയും പോലീസ് പിടിച്ചുകൊണ്ട് പോയേക്കാം. അത് കഴിഞ്ഞ് തീർച്ചയായും കോടതികൾക്ക് മുമ്പിലായിരിക്കും പോലീസ് ഹാജരാക്കുക. അവർക്ക് അതിന് ഉള്ള ബാധ്യതയുണ്ട്. കാരണം പോലീസിന് പിടിച്ചുകൊണ്ടുപോയി യഥേഷ്ടം അവരെ ചോദ്യം ചെയ്ത് പീഡിപ്പിക്കാനോ അഭിപ്രായങ്ങളിൽ സ്വാധീനം ചെലുത്താനോ സാധ്യമല്ല. കോടതികൾക്ക് മുമ്പിൽ ഹാജരാക്കേണ്ടതായി വരും. ഏതായാലും ഈ സമയത്താണ് കേരളീയ സമൂഹം അവരുടെ സാൻമാർഗിക സാംസ്കാരിക ചിന്തകൾ തൽക്കാലം മാറ്റിവെച്ച് കേവല രാഷ്ട്രീയത്തിൻ്റെ പക്ഷം ചേർന്ന് പരസ്പരം വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രം അതിലെ പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്നുണ്ട് എന്നിരിക്കെ ഈ അടുത്ത കാലത്തായി ചില നിയോ ലിബറലിസത്തിൻ്റെയും ഫെമിനിസത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നൊരു വാദം ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ സ്വാഭാവികമായും ആരും ഒന്നിനും തർക്കത്തിനൊന്നും പോകുന്നില്ല. സ്ത്രീയും പുരുഷനും സമമായിക്കോട്ടെ, ആർക്കാണ് നഷ്ടം? തുല്യ അവകാശമായിക്കോട്ടെ, ആർക്കും ഒരു ഛേദവുമില്ല. ജനാധിപത്യം അത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേർന്ന് തുല്യ അളവിൽ ഏർപ്പെട്ട ഒരു പ്രവർത്തനത്തെ പിന്നീട് കുറ്റകൃത്യമായി കാണുകയും ആ കുറ്റകൃത്യത്തിൽ ഒരാളുടെ മാത്രം പങ്ക് എടുത്തു പറയുകയും അയാളുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ അയാളെക്കുറിച്ചുള്ള വ്യക്തിപരമായ വിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും മീഡിയകളിലും മറ്റ് ചർച്ചകളിലും പരസ്യമായി പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ അതേ രീതിയിൽ ഇടപെട്ട മറ്റേ വ്യക്തിയുടെ കേവല ലിംഗ പരിഗണനയുടെ പേരിൽ, സ്ത്രീയാണെന്നതിൻ്റെ പേരിൽ അവരുടെ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല, ഫോട്ടോ കാണിക്കാൻ പാടില്ല, അവരെക്കുറിച്ചുള്ള അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് വിമർശിക്കാനേ പാടില്ല എന്ന ഒരു വിവേചനം അതിനെങ്ങനെയാണ് സാങ്കത്യം ഉണ്ടാവുക? തുല്യ അവകാശമാണ് സ്ത്രീക്കും പുരുഷനുമെങ്കിൽ, തുല്യ ബോധമാണ്, തുല്യ വ്യവസ്ഥയാണ് എല്ലാവർക്കും ബാധകമെങ്കിൽ അതെങ്ങനെയാണ് ഒരേ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ഒരു പുരുഷനും സ്ത്രീയിലും പുരുഷന്റെ പേര് പറയാം, അവനെക്കുറിച്ച് എന്ത് അപമാനവും അപവാദവും പ്രചരിപ്പിക്കാം, സ്ത്രീയുടെ പേര് പോലും മിണ്ടാൻ പാടില്ല, മിണ്ടിയാൽ അത് ഒഫൻസ് ആവും, കുറ്റകൃത്യമാകും, ജാമ്യം കിട്ടാത്ത വ്യവസ്ഥകൾ വിധേയപ്പെടും എന്ന് വരുന്നത് എങ്ങനെയാണ്? ഇതാണ് നമുക്ക് ചിന്താശേഷിയുള്ളവർക്ക് മനസ്സിലാകാത്തത്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി, സതി, ശീലാവതി, സാവിത്രി, സനാതനധർമ്മത്തിൽ സ്ത്രീയുടെ സ്ഥാനം, ഇതെല്ലാം പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന നാം തന്നെയാണ് ആധുനിക കാലഘട്ടത്തിലെ ഫെമിനിസം, നിയോ ലിബറലിസം തുടങ്ങിയ പേരുകളിൽ സ്ത്രീക്ക് സമത്വം വേണമെന്ന് വാദിക്കുമ്പോൾ അതിനോടൊപ്പവും ചേരുന്നത്. ഒരു കുഴപ്പവുമില്ല, ചേരേണ്ടത് തന്നെയാണ്. സ്ത്രീക്ക് മാത്രമായി നീതി നിഷേധിക്കപ്പെട്ടുകൂടാ. അതേസമയം ഇതേ സമത്വം പറയുന്നവർ തന്നെയാണ് സ്ത്രീക്ക് പ്രത്യേക പരിഗണന നിയമത്തിന്റെ മുമ്പിൽ വേണം
ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്ത്രീകളെ പരാമർശങ്ങൾ ഏർപ്പെടുമ്പോൾ, ഇത്തരം പ്രശ്നങ്ങൾ, അവരുടെ പ്രവൃത്തികൾ വിമർശന വിധേയമാകുമ്പോൾ പുരുഷനെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ, സ്ത്രീയെ കുറിച്ച് പറയാൻ പാടില്ല. അപ്പോൾ അവിടെ സമത്വം എവിടെ പോയി? ഇത്തരം ലിംഗപരമായ വിവേചനം നൽകാൻ ജനാധിപത്യം യഥാർത്ഥത്തിൽ അനുവദിക്കുന്നുണ്ടോ? ജനാധിപത്യത്തിൽ ഇതിന് സ്പേസ് ഉണ്ടോ? ലിംഗപരമോ വർണ്ണപരമോ വർഗപരമോ ഭാഷാപരമോ ആയ വൈജാത്യങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടുള്ള നീതി നിർവഹണം എങ്ങനെയാണ് നീതിയാവുക? നീതിക്ക് എവിടെയാണ് വർണ്ണം, എവിടെയാണ് വർഗം, എവിടെയാണ് ലിംഗം, എവിടെയാണ് മറ്റു ഭേദങ്ങൾ? ഇതൊന്നുമില്ലെന്നിരിക്കെ, ജനാധിപത്യം എല്ലാവർക്കും തുല്യ അവകാശമാണ് നൽകുന്നതിരിക്കെ, ഇത്തരം പ്രശ്നങ്ങളിൽ ചില തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ ചില രാഷ്ട്രീയ കക്ഷികൾ സ്ത്രീകളെ കരുവാക്കിക്കൊണ്ട് പ്രബലരായ വ്യക്തികൾക്കെതിരെ ലൈംഗിക ആരോപണ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ വ്യക്തിയുടെ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ ഒരക്ഷരം പറഞ്ഞാൽ അതുപോലും ഒഫൻസായി, അതുപോലും സ്ത്രീക്ക് വിരുദ്ധമായ പ്രവർത്തനമായി, സ്ത്രീ വിരുദ്ധതയായി ചിത്രീകരിച്ച് കുറ്റകൃത്യമായി ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി പോലീസ് കയറി വന്ന് അത് അർദ്ധരാത്രിയിലോ മറ്റു സമയത്തോ പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു പതിവ് നമ്മുടെ ബോച്ചയുടെ കാര്യത്തിലും നേരത്തെ അതുണ്ടായിട്ടുണ്ട്. ഇതേ സമയത്ത് പ്രകോപനപരമായ വർഗീയ ധ്രുവീകരണം നടത്തുന്ന, കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന എത്രയെത്ര പ്രസ്താവന നടത്തിയവരാണ് യാതൊരു പോറലുമേൽക്കാതെ നിർബാധം ഈ നിയമവ്യവസ്ഥത്തിന് കീഴിൽ സ്വാതന്ത്ര്യത്തോടെ വിലസുന്നത്, അഭിമാനത്തോടെ വെല്ലുവിളിച്ചുകൊണ്ട്, വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട്. ആ സമയത്താണ് സ്ത്രീക്കും പുരുഷനും തുല്യ വ്യവസ്ഥയാണ്, തുല്യ അവകാശമാണ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയ്ക്ക് കീഴിൽ പുരുഷനെ അപമാനിക്കുകയും അവന്റെ കുടുംബത്തെ പീഡിപ്പിക്കുകയും ചെയ്ത ശേഷം സ്ത്രീയുടെ പേര് പോലും പറയാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയും കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ആരുടെ നിയമമാണ്? ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് കീഴിൽ, ഭരണഘടനയ്ക്ക് കീഴിൽ ഇങ്ങനെ സ്ത്രീക്കൊരു നിയമം, പെണ്ണിന് ഒരു നിയമം, ആണിനൊരു വേറൊരു നിയമം എന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിയമ വിദഗ്ധർ അത് പരിശോധിക്കട്ടെ. ഏതായാലും ഒരു സാമാന്യ വീക്ഷണത്തിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്, തുല്യത വേണം എന്നതിനെ നമുക്ക് തീർച്ചയായും അംഗീകരിക്കാം, വാദത്തിന് വേണ്ടിയെങ്കിലും. അങ്ങനെ വരുമ്പോഴും അത് വിപ്ലവകരമായ പുരോഗമനപരമായ ചിന്തയാണെന്നാണ് വെപ്പ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സ്ത്രീയും പുരുഷനും ഒരുപോലെ ഇൻവോൾവ്ഡ് ആയ ഒരു പ്രവൃത്തി, അതൊരു സദാചാര പ്രശ്നമായി, അതൊരു ഇഷ്യൂ ആയി മാറുമ്പോൾ അതിലെ പുരുഷന്റെ മാത്രം ഭാഗം അപഹരിപ്പിക്കപ്പെടുകയും അവന്റെ കുടുംബത്തോടെ അവനെയും അവന്റെ കുടുംബത്തെയും പരസ്യമായി അവഹേളിക്കുകയും മീഡിയകളിലൂടെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുമ്പോൾ അതേ പ്രവൃത്തിക്ക് അതേ തുല്യ പങ്ക് വഹിച്ച സ്ത്രീ സുരക്ഷിതയായി അവളുടെ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ലാതെ നിലനിർത്തുകയും ചെയ്യപ്പെടുന്നത് നിയമത്തിന്റെ ഏത് പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം? അതോ ഭരണാധികാരികളുടെ കേവല രാഷ്ട്രീയ പക്ഷപാതത്തിന്റെയും താല്പര്യത്തിന്റെയും പേരിൽ എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെ താറടിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ഒരു ഉപകരണമാക്കി സ്ത്രീയെ ഉപയോഗിക്കുന്നതാണോ എന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നിരന്തരമായി തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ അതിസങ്കീർണമായ രീതിയിൽ, അതിവൈകാരികമായ രീതിയിൽ ചില സ്ത്രീകളെ, അതിജീവിതകളെ ഉയർത്തിക്കൊണ്ടുവന്ന് പുരുഷന്മാർക്കെതിരെ, പ്രബലരായ വ്യക്തികൾക്കെതിരെ അപമാനകരമായ രീതിയിൽ പരസ്യ പ്രചരണങ്ങൾ നടത്തി മീഡിയകളിലൂടെ അതിന് വലിയ പ്രൊപ്പഗേറ്റ് ചെയ്ത്, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഇതിൽ ബാധിക്കപ്പെടുന്ന പുരുഷന്റെ ഭാഗത്ത് പറഞ്ഞാൽ പോലും കുറ്റകൃത്യമാവുക, സ്ത്രീയെക്കുറിച്ച് മിണ്ടാൻ പോലും പാടില്ലാതിരിക്കുക. ഈ ഒരു അവസ്ഥ ഇത്ര വിശാലമായ, വിപുലമായ, സാധാരണക്കാരന് ഉദാരമായ അവകാശങ്ങൾ നൽകുന്ന ഒരു ജനാധിപത്യത്തിന് കീഴിൽ എങ്ങനെ സംഭവിക്കുന്നു? ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥയിൽ ഇപ്പോൾ പോലീസുകാർ നിർവഹിക്കുന്ന റോള് ജർമ്മനിയിലെയോ ഇറ്റലിയിലെയോ സ്റ്റാലിനിസ്റ്റ് റഷ്യയിലെയോ രഹസ്യാന്വേഷണ ഏജൻസികളുടേതാണോ എന്ന് പോലും തോന്നിപ്പോകും നമുക്ക്. ഇത് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയ വ്യവസ്ഥക്ക് തന്നെ കളങ്കം ചാർത്തുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ സ്ത്രീകളെയും പുരുഷനെയും തുല്യരാണെന്ന് പറയൂ, അതല്ലെങ്കിൽ സ്ത്രീക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും പറയൂ, അതും നമുക്ക് വിരോധമില്ല. പക്ഷെ ഒരേ പ്രവൃത്തി, ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചെയ്ത ഒരു പ്രവൃത്തിയിൽ പുരുഷനെ വേർപെടുത്തി സ്ത്രീയെ സംരക്ഷിക്കുന്ന ഈ രീതി, ഇത് നൈതികമായി വിലപ്പോകുന്നതല്ല. ഇതിന് നീതിയുടെ താല്പര്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല ഇവിടെ എന്ന് കാണാം. ശ്രീ രാഹുൽ ഈശ്വരനെയോ സന്ദീപ് വാര്യരെയോ ദീപ എന്ന അഡ്വക്കേറ്റ് ദീപയെയോ ഇനി ഒരുപക്ഷെ എന്തൊക്കെയാണ് ആ കേസിന്റെ വരാൻ പോകുന്നത്, നാൾ വഴികളെ കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കാനാവില്ല. അവരുടെ പേരിൽ ഒരുപക്ഷെ NIA വരെ ചുമത്തപ്പെടാം, അവർക്ക് ജാമ്യം കിട്ടാതെ ജയിലിലടക്കപ്പെടാം. പക്ഷേ നിയമം അറിയുന്നവരും രാഷ്ട്രത്തിന്റെ ഭാവിയിൽ താല്പര്യമുള്ളവരും മറ്റ്
പവർഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ളവരും ഈ വിഷയങ്ങൾ കണ്ട് അറിയാത്ത ഭാവം നടിക്കരുത്. അവർ ഇതിനെതിരെ നിയമപരമായും ജനാധിപത്യപരമായും രാഷ്ട്രീയമായും മറ്റെല്ലാ തരത്തിലും മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഇടപെടണം. ഇതിനു വേണ്ട നീതി, ഇതിൽ ആർക്കാണോ നീതി നിഷേധിക്കപ്പെട്ടത്, അതിജീവിതക്കാണെങ്കിലും ശരി അതിജീവനക്കാരനാണെങ്കിലും ശരി, അതിജീവിതയുടെ പുല്ലിംഗം എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഏതായാലും ഒരു അതിജീവിതയും ഒരു ജീവിതനും ഉള്ള സ്ഥിതിക്ക് അതിജീവിതയെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിയമവും നമുക്ക് വേണ്ട. അതിജീവന് നീതി നൽകാത്ത നിയമം നമുക്ക് സ്വീകാര്യമല്ല എന്നുകൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇത് നിർത്തുന്നു. അതിൻ്റെ അടുത്ത നാൾ വഴികളിലേക്ക്, അതിൻ്റെ അടുത്ത സംഭവ വികാസങ്ങളിലേക്ക് ഉത്കണ്ഠയോടെ നിരീക്ഷണം നടത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു.